Hello everybody, welcome to English speaking course. Hope you all are keeping safe, fine and healthy. Day 6 കഴിഞ്ഞപ്പോഴത്തേക്കന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. And today is day 7 of our beginners level challenge, Learn English from Zero. And ഇന്നത്തെ ദിവസം നമ്മൾ again കുറേ 3 word sentences ആണ് പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറേ ഇൻക്ലൂഡ് ചെയ്തിരുന്നു, ബട്ട് ഐ couldn't complete. വീഡിയോ ലെങ്തി ആണെന്ന് വിചാരിച്ചിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തിരുന്നു. സോ ടുഡേ അഗെയിൻ വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ വിത്ത് 3 word sentences. സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ബിക്കോസ് ഈ സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. So let's continue, but before that, a humble request: if you haven't yet subscribed to my channel, do subscribe. Please watch the full video and don't forget to give a thumbs up. First sentence is idu ശ്രദ്ധിച്ചു വായിക്കുക. Read this carefully. Read this carefully. വിശദീകരിക്കാൻ ശ്രമിക്കുക. Try to explain. Please repeat. Try to explain. ഒന്ന് നോക്ക് അല്ലെങ്കിൽ ഒന്ന് നോക്കുക. Take a look. Take a look. We can also say have a look. Have a look. അവിടെ നിൽക്ക് or അവിടെ നിൽക്കൂ. Stand over there. Stand over there. ആർക്കും പരിക്കേറ്റിട്ടില്ല. Nobody is injured. Nobody is injured. കൂടുതൽ ആവശ്യമാണ്. More is needed. More is needed. എൻ്റെ അടുത്ത് ഇരിക്കൂ. Sit by me, or we can say sit beside me. We can even say sit near me. കുറച്ച് വിശ്രമിക്കുക. Take some rest. Take some rest. ബാക്കി വെച്ചോളൂ. ഇവിടെ ബാക്കി മീൻസ് ചേഞ്ച് അല്ലെങ്കിൽ ചില്ലറ പൈസയൊക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഇത് തിരിച്ചു വേണ്ട, ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ. We can say as keep the change. Keep the change. ഒഴിവുകൾ പറയുന്നത് നിർത്തുക. How can we say this in English? Stop making excuses. Stop making excuses. ഒരു പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ചതായിരിക്കാം. Perhaps you misunderstood. Perhaps you misunderstood. ആർക്കെങ്കിലും സുഖമില്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കാറില്ലേ, ഡോക്ടറെ കാണിക്കൂ. ഡോക്ടറെ കാണിക്കുക അതെങ്ങനെ പറയാ? Show the doctor. Show the doctor. We can even say consult the doctor. Consult the doctor. ഞങ്ങളെ ഒപ്പം നടക്കൂ. Walk with us. Walk with us. നമ്മൾ യാത്ര ചെയ്യുമ്പം റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് കണ്ടിനെങ്കിൽ നമ്മൾ പറയാറില്ലേ, റോഡുകൾ ബ്ലോക്ക് ചെയ്തു. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? വളരെ സിമ്പിളായിട്ട് പറയാം, റോഡ്സ് ആർ ബ്ലോക്ക്ഡ്. റോഡ്സ് ആർ ബ്ലോക്ക്ഡ്. മിണ്ടാതെ പുറത്തേക്ക് വരൂ. കുട്ടികളോടൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. Come out quietly. Come out quietly. ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. Nobody was around. Nobody was around. എന്നെ വീണ്ടും കാണിക്കൂ. Show me again. Show me again. പൂർണ്ണമായി അനങ്ങാതെ പിടിക്കുക. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും സാധനം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പറയാറുണ്ട്. അത് ഇംഗ്ലീഷിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം,
Hold perfectly still. Hold perfectly still. തിരക്കിലൊക്കെ ആവുമ്പോൾ നമ്മൾ പറയാറില്ലേ, എന്നെ പിന്നീട് വിളിക്കൂ. Call me later. Call me later. വേഗം സുഖം പ്രാപിക്ക്. Get well soon. Get well soon. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. Nobody was home. Nobody was home. നേരെ ഇരിക്ക് അല്ലെങ്കിൽ നേരെ ഇരിക്കുക. Sit up straight. Sit up straight. എൻ്റെ പിറകിൽ നിൽക്ക്. ക്യൂലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ലൈനിലൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ പിറകെ നിൽക്ക്. Stay behind me. Stay behind me. പോയി കിടന്നോ. Go to bed. Go to bed. We can also say go and sleep. Go and sleep. ഞാൻ പൂർണ്ണമാക്കട്ടെ. Let me finish. Let me finish. ഇതെന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആരെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് പറയാം let me finish. ഞാൻ ഇതൊന്ന് പൂർണ്ണമാക്കട്ടെ, തീർക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇടയിൽ കയറി ആരെങ്കിലും സംസാരിച്ചാലും നമുക്കിത് പറയാം let me finish. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ എന്നാണ് അവിടെ ഈ let me finishൻ്റെ അർത്ഥം വരിക. അത് ഇവിടെ കൊണ്ടുവാ അല്ലെങ്കിൽ അത് ഇവിടെ കൊണ്ടുവരൂ. Bring that here. Bring that here. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും അതിങ്ങോട്ട് കൊണ്ടുവാന്ന് പറയാം. സിമ്പിളായിട്ട് get me that. Get me that. നേറ്റീവ് സ്പീക്കേഴ്സൊക്കെ കൂടുതലും ഇങ്ങനെയാണ് പറയാറുള്ളത്. Bring that here എന്ന് പറയേണ്ട പകരം അവർ പറയും get me that. Get me that. ഇതിൻ്റെ വേറെ എക്സാമ്പിൾ നോക്കാം. റിമോട്ട് കൊണ്ടുവരൂ. ഇത് നമുക്ക് പറയാം get the remote. അല്ലെങ്കിൽ നമുക്ക് പറയാം bring the remote. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം get the remote ആണ് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ്. വീഡിയോ മോർ ദാൻ ഹാഫ് കഴിഞ്ഞു. ഫുൾ കാണണം നിങ്ങൾ. സെൻറ്റൻസസ് എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് കണ്ടിന്യൂ. കുട്ടികളെ ഉണർത്തുക. Wake the kids. Wake the kids. അവനെ ഉണർത്തുക. Wake him up. അവളെ ഉണർത്തുക. Wake her up. എൻ്റെത് നല്ലതാണ്. Mine is better. Mine is better. ആരും മിണ്ടിയില്ല. No one spoke. No one spoke. ആലോചിച്ചു നോക്കൂ. Think it over. Think it over. മനസ്സിലാക്കാൻ ശ്രമിക്കൂ. Try to understand. Try to understand. മറ്റെവിടെയെങ്കിലും പോകൂ. Go somewhere else. Go somewhere else. വരൂ എന്നെ സഹായിക്കുക. Come help me. Come help me. 10 വരെ എണ്ണുക. കുട്ടികളോടൊക്കെ പറയാറില്ലേ നമ്മൾ? അത് നമുക്ക് പറയാം count to 10 or we can also say count till 10. ചോദിച്ചതിന് നന്ദി. Thanks for asking. Thanks for asking. വീണ്ടും ചെയ്യുക. ഏതെങ്കിലും കാര്യം റിപ്പീറ്റ് ചെയ്യാൻ നമുക്കിങ്ങനെ പറയാം do it again. Do it again. എല്ലാം നന്നായി നടന്നു. ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറില്ലേ എങ്ങനെ ആയിരുന്നു പാർട്ടി അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു കല്യാണം? അതൊക്കെ നമുക്ക് പറയാം everything went well. എല്ലാം ഭംഗിയായി നടന്നു. വേഗം വീട്ടിൽ പോ അല്ലെങ്കിൽ വേഗം വീട്ടിലേക്ക് പോകൂ. Go home quickly. Go home quickly.
മുറുക്കെ പിടിക്ക്. Hold on tight. Hold on tight. ആദ്യം വായിക്കുക. Read it first. Read it first. അത് എടുക്കൂ. Pick that up. Pick that up. റോഹൻ തിരിച്ചു വന്നു. ആരെങ്കിലും വീട്ടിൽ തിരിച്ചു വന്നാൽ നമ്മൾ പറയാറില്ലേ അവൻ തിരിച്ചു വന്നു. അങ്ങനെ നമുക്ക് ആരെങ്കിലും പേരെടുത്ത് പറയണമെങ്കിൽ ഇതുപോലെ പറയാം. റോഹൻ ഈസ് ബാക്ക്. റോഹൻ ഈസ് ബാക്ക്. അത് താഴെയിട്. Put that down. Put that down. ഇനി അത് താഴെ വെക്ക് എന്നാണ് പറയണമെങ്കിൽ നമുക്ക് പറയാം keep that down. Keep that down. So hope the sentences were useful for you all. വീഡിയോ വീണ്ടും കണ്ട് പറഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. Thanks for watching.